കേരളം കാത്തിരുന്ന നിർണായക വോട്ടെടുപ്പ് ദിനം വളരെ ആവേശത്തോടെയാണ് പൂർത്തിയായത്. ജനവിധി പെട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ കണ്ട നീണ്ട നിരയും കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന വോട്ടിംഗ് ശതമാനവും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സാധാരണയായി ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ തരംഗമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ നിശബ്ദരായ വോട്ടർമാരുടെ ഈ കുതിപ്പ് ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നുമുണ്ട്. എന്തായാലും ഉയർന്ന പോളിംഗ് ആരെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെ ആദ്യം പോകാം. പ്രസാദ് തേടിയ പ്രതികരണത്തിലേക്ക്. ഇത്തവണത്തെ സംസ്ഥാനത്തിന്റെ ഉയർന്ന പോളിംഗ് നിരക്ക് ഏതു മുന്നണിക്കാവും ഗുണം ചെയ്യുക? നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം. LDF-നാണ് സാധ്യത. കോൺഗ്രസ് ഭരണം വരുള്ളൂ. 3000 രൂപ ഇപ്പോൾ പെൻഷൻ കിട്ടും കോൺഗ്രസ് ഭരണത്തിൽ. മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഭരണത്തിൽ 2000 രൂപ കൊടുത്തിട്ടുള്ളൂ. ഇനി 3000 കൊടുക്കുന്നതാണ് പറയണേ. കോൺഗ്രസ് ഭരണം വരട്ടെ. ഭരണം മാറി മാറി വരുമ്പോഴാണ് അറിയല്. കോൺഗ്രസ് അരംഗം തന്നെ ഉണ്ടാവുന്നതാണോ? ഉണ്ടാവും, തീർച്ചയായിട്ടും. 100 സീറ്റോളം കോൺഗ്രസ് ഭരിക്കും, കേരളം ഭരിക്കും. 10 വർഷത്തെ ഭരണം കണ്ടില്ല നിങ്ങൾ? എല്ലാ മേഖലയിലും പരാജയമാണ്. ഉമ്മൻചാണ്ടിന്റെ ഭരണകാലത്തൊന്നും ഉണ്ടാക്കിയ ഒരു നേട്ടം ഇവിടെ ഇല്ല. UDF അധികാരത്തിൽ വരുന്നു, അതാണ് ആവശ്യം. ഇനിയുള്ള കാലം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നോക്കുമ്പോൾ UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. UDF-ന് അനുകൂലമാകുന്ന തോന്നുന്നത്. അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കണേ. ഇൻഷാ അല്ലാ LDF-നായിരിക്കും. നല്ലൊരു ഭരണമാണ് കാഴ്ചവെച്ചത്. പെൻഷനും വികസനവും ഒക്കെ ഉണ്ടല്ലോ. LDF ഭരിക്കട്ടെ. അല്ല നേക്ക് ഇത്ര കാലം വരെ എല്ലാവർക്കും LDF ഭരണം നല്ല കാഴ്ചവെച്ചിരുന്നു. UDF-ന്റെ ഭരണം വളരെ മോശമാണ്. LDF ഭരിക്കട്ടെ. UDF ഒബിയസ്ലി തരംഗം തന്നെ ഉണ്ടാവും, ഉറപ്പ്, 100%. UDF തരംഗം ഉണ്ടാവും. 100-ലേറെ സീറ്റുകൾക്ക് UDF സർക്കാർ അധികാരത്തിൽ വരും. മുഖ്യമന്ത്രി ആരായിരിക്കാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അതാത് പാർട്ടികളുടെ ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്. ചിലപ്പോൾ VD സതീശനാവും, KC വേണുഗോപാലാവും, രമേശ് ചെന്നിത്തലാവും. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ പാർട്ടികൾ UDF ജയിക്കും. തീർച്ചയായിട്ടും UDF ജയിക്കും. 100-ൽ കൂടുതൽ സീറ്റുണ്ടാവും UDF-ന്. LDF-നായിരിക്കും. എന്തുകൊണ്ടാണ്? അല്ല, LDF കൂടുതലുള്ള പോലെ എന്നുവെച്ചാൽ ആരായാലും ഒരു മാറ്റം ആഗ്രഹിക്കൂലേ? മാറ്റം, കേരളത്തിനൊരു മാറ്റം വേണ്ടേ? വർഷമായിട്ട് ഭരിച്ചതിലൊരു മാറ്റം വേണം. മാറ്റം വേണം. ഭരണം മാറി വരണം. എന്തായാലും 10 വർഷം ഭരിച്ചില്ലേ, എന്തായാലും ഭരണം UDF-നായിരിക്കും ഈ പ്രാവശ്യം. ഒരു മാറ്റം വരണം, അത്ര തന്നെ. ഇതുവരെ LDF ഭരിച്ചു, ഓരോ ഭരണം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ വന്നിട്ട് എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ശതമാനം UDF-ന് അനുകൂലമാകുന്ന ഒരു വിഭാഗം പേർ പറയുന്നു. കൂടാതെ LDF-ലേക്കും സാധ്യതയുണ്ടെന്നും ചിലർ പറഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തിനൊപ്പം ആകാശ്, ന്യൂസ് മലയാളം.